അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ചില കുതിരകൾക്ക് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ജോലി മാത്രം ചെയ്ത് മറ്റുള്ള മതങ്ങളെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന ചില കുതിരകളുണ്ട്. സാധാരണ കുതിരകളല്ല, അത് വല്ലാത്തൊരു കുതിരകളാണ്. അപ്പോൾ അവരുടെ വായിൽ മലദ്വാരം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു കുതിരകളാണ്. നിരീശ്വരവാദികളെന്നാണ് അവർക്ക് പേര് പറയുന്നത്. അവർ ഇറങ്ങി നടക്കുന്നത് എന്തിനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് മുസ്ലിങ്ങളിലുണ്ടാകുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ വളർച്ച വളരെ അസ്വസ്ഥതയുള്ളത് കൊണ്ട് അതിലേക്ക് വീണ്ടും വീണ്ടും പല മതങ്ങളിൽ നിന്ന് ആളുകൾ അവരുടെ മറ്റ് പഴയ മതങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നു ചേരുന്നതിനെ വളരെ ഒരു കാലിനടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്ന നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അവർ വളരെയധികം പ്രയാസത്തിലാണ്. അങ്ങനെ മറ്റ് മതങ്ങളുടെ നിലനിൽപ്പിനെ താങ്ങി നിർത്താൻ അവർ നിർബന്ധിതമായതുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള തലച്ചോറില്ലാത്ത കുതിരകളെ വിലക്കെടുക്കാൻ, കാരണം തലച്ചോറില്ലാത്ത കുതിരകളോട് ആരും അധികം സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ലല്ലോ. കാരണം തലച്ചോറില്ലാത്ത ആളോട് എന്താ പറയണം? തലച്ചോറുള്ള ഒരാളോട് എന്തെങ്കിലും പറഞ്ഞാലല്ലേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. തലച്ചോറില്ലാത്ത ആളുകളോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ദൈവം ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ദൈവം ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ തെളിവുകളാണ് കാണുന്നതെല്ലാം. അപ്പോൾ ദൈവം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ തെളിവ് എന്താണ്? തെളിവ് പറയട്ടെ. ദൈവം ഇല്ല എന്ന് പറയുന്നതിന് എന്താണ് തെളിവ്? അതോടുകൂടി ഈ തലച്ചോറില്ലാത്ത കുതിരകളുടെ എല്ലാ കുതിരച്ചാട്ടങ്ങളും കഴിഞ്ഞു. ഇനി അവർക്ക് വേണ്ടത് ഇസ്ലാമിലേക്ക് ആളുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കണം. കാരണം ലോകം നിർമ്മിച്ച ലോകത്തിൻ്റെ നിർമ്മാതാവ് പല ഭാഷകളിലായി സ്ഥലങ്ങളിലായിട്ട് ദൈവം ഉണ്ടെന്നും ദൈവത്തിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ദൈവദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അത് പല ഭാഷകളിൽ പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ട് ആണ്. ദൈവം ഒന്നേ ഉള്ളൂ, ലോകം പഠിച്ചത് ആ ദൈവമാണെന്നും അത് ഇന്നതാണ് ആ ദൈവം എന്നൊക്കെ വളരെ ക്ലിയറായിട്ട് മുമ്പ് പഴക്കം ചെന്ന ഒരു വിഭാഗമായിരുന്നു ജൂത വിഭാഗം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അനുയായികളായിരുന്നു. പക്ഷേ അതിനുശേഷം അവർ അതിൽ പല മാറ്റങ്ങളും വരുത്തി അതിൽ വക്രത ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഉത്ബോധനവുമായി വന്നതാണ് ജീസസ്, യേശു ക്രിസ്തു എന്ന് പറയപ്പെടുന്ന. അതിൽ അവർ പിന്നീട് യേശു ക്രിസ്തു ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പുത്രനാണെന്നും ദൈവമാണെന്നും യേശുവാണ് ദൈവമെന്നും ജീസസ് ആണ് ദൈവമെന്നും അവർ സ്വന്തമായി തീരുമാനിച്ചു. ഞാനാണ് ദൈവം എന്ന് ജീസസ് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ പിതാവാകുന്ന എൻ്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യാനുള്ള അന്ത്യപ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് അറബി ഭാഷയിൽ ആണ്. അപ്പോൾ അറബി ഭാഷയിൽ അൽ ഇലാഹു, അള്ളാഹു, ദൈവം എന്ന് പറയുന്നത്, അതിനുള്ള മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന പ്രവാചകനാണ്. ആദ്യ പ്രവാചകനാകുന്ന ആദം നബി അലൈഹിസ്സലാം, അതിന് 120,000 ദൈവദൂതന്മാർ ലോകത്ത് പല സ്ഥലങ്ങളിലും ഭാഷകളിലും സ്ഥലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. ഒക്കെ അതിൻ്റെ തെളിവാണ് ഏകദൈവത്തെ വിശ്വസിക്കുന്ന ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ല, ഇതൊക്കെ കെട്ടിച്ചമച്ചതാണ്. കെട്ടിച്ചമച്ചതാണെങ്കിൽ ഖുർആനിലുള്ള പല കാര്യങ്ങളും പല തെളിവുകളും പല സ്ഥലങ്ങളും വളരെ ക്ലിയറല്ലേ? അതേപോലെ ബൈബിളിലുള്ളത് സബൂർ,
ദാവൂദ് നബിക്ക് ഇറക്കിയത്, തോറ മൂസാ നബിക്ക് ഇറക്കിയത്, ഇതൊക്കെ പിന്നീട് ആളുകൾ കൈകടത്തി മാറ്റം വരുത്തി. ഇപ്പോൾ മാറ്റവും ആളുകൾക്ക് വരുത്താത്ത നിലക്ക് നിലനിൽക്കുന്നത് അവസാന ഗ്രന്ഥമാകുന്ന ഖുർആൻ മാത്രമാണ്. അപ്പോൾ ഈ ഖുർആൻ അവസാന കാലഘട്ടത്തിലേക്ക് ഇറക്കിയ ഗ്രന്ഥമാണ്. പൂർവികമായിട്ടുള്ള ആളുകൾക്ക് ഇറക്കിയത് പിന്നീട് വന്ന തലമുറകളിലുള്ള മാറ്റങ്ങളും കൈകടത്തലുകളൊക്കെ വന്ന് അവസാന പ്രവാചകൻക്ക് നൽകിയ വേദഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോൾ അത് പഠിച്ച് അതിലുള്ളത് സത്യമാണോ കളവാണോ, എന്താണ് കളവ് എന്താണ് സത്യം എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് ഇസ്ലാമിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ക്രിസ്ത്യൻ മതത്തിൽ പള്ളിയിൽ അച്ഛനായൊക്കെ ജോലി ചെയ്ത് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചിട്ട് വന്ന ഒരുപാട് പള്ളിയിൽ അച്ഛന്മാരുണ്ട്. അതേപോലെ പല മതങ്ങളിലുള്ള പല ആളുകളുണ്ട്. അപ്പോൾ ഈ മതങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ മതങ്ങളിലുള്ള വലിയ വലിയ പഠിച്ച ആളുകൾ വരുമ്പോൾ ആ മതങ്ങളുടെ നിലനിൽപ്പ് വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ അവർക്ക് ഇസ്ലാം ഒരു തീവ്രവാദ മതമാണെന്നും ഒരുപാട് ആളുകളെ ആക്രമിക്കുന്നു കൊല്ലുന്നു എന്നൊക്കെ വരുത്തി തീർത്ത് ആളുകളിൽ നിന്ന് ഇത് പഠിക്കുന്നതും ഇതിനെക്കുറിച്ച് മനസ്സിലാകാനൊക്കെ നോക്കുന്നതിൽ നിന്ന് അകൽച്ച ഉണ്ടാക്കണം. അതിൻ്റെ ഭാഗമായാണ് അവരുണ്ടാക്കിയെടുത്ത പല തീവ്രവാദ സംഘടനകളും അവർക്ക് തന്നെ അവരുടെ ആയുധങ്ങൾ കച്ചവടം ചെയ്യാനുണ്ടാക്കിയെടുത്ത എ ടീം, ബി ടീം, സി ടീം, ഇതൊക്കെ അറബി ഭാഷയിൽ തന്നെ പല ആളുകളിൽ എത്രയോ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്ന ജൂതന്മാരുണ്ട്. പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ഖുർആനെല്ലാം എടുത്തിട്ട് പോകുന്ന അറബിയെല്ലാം അറിയുന്ന ജൂതന്മാരാണ്. പക്ഷേ അവർ ഉള്ളിൽ ജൂതന്മാരാണ്, പുറത്ത് മുസ്ലിമാണ്. എന്നിട്ട് അവർ പല സംഘടനകളായും സംഘങ്ങളായുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഹമാസ് അല്ലെങ്കിൽ ISS ഇങ്ങനെയുള്ള പോലത്തെ പല സംഘടനകളുടെയും ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഗൂഢാന ആലോചനകളുടെയൊക്കെ ഭാഗമായിരിക്കും. ഇതിന് ആളുകൾ വംശഹത്യ ചെയ്തുകൊണ്ട് അവരുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ വിറ്റുകൊണ്ട് സമ്പാദിക്കാനുള്ള, അതേപോലെ ആളുകളെ കൊല്ലുക, മുസ്ലിമായ ആളുകളെ കൊല്ലുക എന്നുള്ള, അപ്പോൾ ഉള്ള കൊന്നുകൊണ്ട് എണ്ണം കുറക്കുക, അതേപോലെ അവയവങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കുക, അങ്ങനെയുള്ള എല്ലാ സാധ്യതകളും സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴുള്ള കച്ചവടം. പക്ഷെ മുസ്ലിങ്ങൾക്ക് അതിലൊക്കെ സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളാരും ഈ ലോകത്ത് കുറേ കാലം അങ്ങ് ജീവിച്ച് കളയാം, ഇവിടെ തന്നെ അങ്ങ് മരിക്കാതെ തുടർന്നോടും എന്ന് ആർക്കും വാഗ്ദാനമൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മരിക്കാൻ പേടിയില്ലാത്ത ഈമാനുള്ള ആളുകളാണ് മുസ്ലിമീങ്ങൾ. അവർ ജീവിക്കുന്ന കാലത്തോളം ഈമാനോടുകൂടി ഇസ്സത്തോടുകൂടി ജീവിക്കുന്നവരാണ്. മടങ്ങി ചെല്ലേണ്ട അവരുടെ നാഥനിലേക്ക് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് മാത്രമാണ് അവർ പോകുന്നത്. അതിൽ നഷ്ടപ്പെടുന്നവർ ഈ കൊല്ലലും അക്രമവും ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കാണ് നഷ്ടം. കാരണം മുസ്ലിങ്ങൾ അവരുടെ രക്ഷിതാവിങ്കിലേക്ക് തിരിച്ചു പോകുന്നത് ക്രൂരമായി കൊലപ്പെടുന്നതാണെങ്കിൽ പോലും അവർക്ക് വേദനയുണ്ടോ, അവർക്ക് ഏത് നിലക്കുള്ള പ്രയാസമാണ് എന്നൊക്കെ അവരുടെ ശരീരത്തിന് അറിയുന്നത് അവർക്കറിയാം, നമുക്കറിയില്ല. ഓക്കെ, അതുകൊണ്ട് മുസ്ലിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരാണ്. അതുകൊണ്ട് ആരെയും പേടിക്കുകയില്ല. കാരണം നിൽക്കുന്നത് ഉറപ്പുള്ള സത്യത്തിലാണ് എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പഠിക്കുന്നത് മാറ്റി നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച അകൽച്ചകളെ മാറ്റിവെച്ചുകൊണ്ട് പഠിക്കുക. ആ പഠനത്തിലൂടെ ഒരുപാട് ബുദ്ധിയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന നിരീശ്വരവാദികൾ, അവർക്ക് പഠിക്കാനുള്ള താല്പര്യത്തിലല്ല അവർ ജീവിക്കുന്നത്. അവർ പഠിക്കുന്ന ആളുകളെ എങ്ങനെ പഠിക്കാതെയാക്കാം, എങ്ങനെ ഈ ലോകത്ത് തോന്നിവാസങ്ങൾ പറയാം, അതായത് മലദ്വാരം വെച്ച സ്ഥലം വായിലായിപ്പോയി എന്നുള്ള മാറ്റങ്ങളാണ്
ചില നിരീശ്വരവാദികളുടെ വാക്കുകളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള ആളുകളോട് പോയി മുന്നിലിരുന്നു കൊണ്ട് ചർച്ചയ്ക്ക് വായി തുറന്നു കഴിഞ്ഞാൽ നാറിയ മലദ്വാരത്തിൻ്റെ മനുഷ്യനാകുന്ന ആ ഒരു നിരീശ്വരവാദികളുടെ വായ്ക്ക് മുമ്പിൽ പോയി നിൽക്കാതിരിക്കുക. കാരണം നാറ്റം സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അകൽച്ച നിന്നുകൊണ്ട് എല്ലാവരും നല്ലോണം പഠിക്കുക, ഇസ്ലാം മതത്തിലേക്ക് ഒഴുകി വരിക, ഇസ്ലാം മതത്തിലേക്ക് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തി TCCയിലൊക്കെ കാണുന്നില്ല, ഏത് പാതിരാക്ക് ഏതൊരാണിനും ഏതൊരു പെണ്ണിനും ഇത്ര സമയം വരെ എവിടെ വേണമെങ്കിലും പോകാൻ സഞ്ചരിക്കാം ഉള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉള്ളത്. അത് ഈ ഒരു നിയമത്തിൻ്റെ ഒക്കെ തെളിവാണ്. ഓക്കെ, ഇസ്ലാമിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഗുണങ്ങളുടെ തെളിവാണ്, നിയമങ്ങളുടെ പവറാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ ഒരു മുസ്ലിമായി ജനിച്ചതിലും ജീവിക്കുന്നതിലും അഭിമാനിക്കുന്നു. അതേപോലെ